തിരുവനന്തപുരം ആമയിഴഞ്ചാൻതോട്ടിൽ കാണാതായ എൻ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പ് ചിത്ര ഹോമിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യമായി കാണുന്നതും. മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രജിത് മോഹനൻ, തമ്പാനൂരിൽ നിന്ന് രശ്മി കാർത്തിക എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, അവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അദ്ദേഹം അത് ജോയിയുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ജോയിയുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പറും ചേർന്ന് ജോയിയുടേതാണ് എന്നുള്ള ഇതിലൊരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കളടക്കമുള്ളവർ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. അവർ എത്തിയതിനു ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ളവ ആരംഭിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ടുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും എന്തായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനുശേഷം മാരായമുട്ടത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാക്കുന്ന വിവരം. ഇതിനിടയിൽ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ എന്നുള്ളതിലൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഈ മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റ് റൂമിനകത്താണ് ഉള്ളത്. ബന്ധുക്കൾ എത്തിയാൽ ഉടൻ തന്നെ ഇൻക്വസ്റ്റ് ആരംഭിക്കുമെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും മൃതദേഹം മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോകുക. ശേഷം മൃതദേഹം വീട്ടുകാർക്ക് കൈമാറുകയും ചെയ്യും. എന്തായാലും 3 പകലുകൾ നീണ്ട ഒരു തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിൽ ജോയിയെ ജീവനോടെ കണ്ടെത്താനായില്ല. ആദ്യ ദിവസം തന്നെ ഏകദേശം ഉറപ്പായിരുന്നു ജോയി മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്നാലും ഒരു മൃതദേഹം ലഭ്യമാകുന്നതുവരെ അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം ലഭ്യമാകാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥിരീകരണത്തിനായി തന്നെയാണ് നമ്മൾ കാത്തിരുന്നത്. ഒരു പക്ഷേ കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തന ദൗത്യം, പക്ഷേ അത് ഒരു പരാജയമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ഒടുവിൽ ജോയിയുടെ മൃതദേഹം ഉണ്ടെന്ന് കരുതിയിരുന്ന റെയിൽവേ സ്റ്റേഷൻ അടിയിലത്തെ ആ ടണലിലല്ലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഉണ്ടായിരുന്നത് മൃതദേഹം അല്ലെങ്കിൽ കണ്ടെത്തിയത് ടണലിന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ആമയിഴഞ്ചാൻതോടിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നിന്നാണ് ഈ രീതിയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഈ മൃതദേഹം ആദ്യം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ, അവർക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഈ മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ ഈ ടണലിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ മൃതദേഹം പുറത്തേക്ക് ഒഴുകാനുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അത് പുറത്തേക്ക് ഒഴുകി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആമയിഴഞ്ചാൻതോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ ശുചീകരണ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ഒരു പരിശോധന, ഒരു റൊട്ടീൻ പരിശോധന പോലെ നടത്തിയ പരിശോധനയുടെ ഭാഗമായി ഇവർ മൃതദേഹമെന്ന് തോന്നിക്കുന്ന ഒരു വസ്തു ആദ്യം കാണുകയും അത് പിന്നീട് ഇത് മൃതദേഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. തുടർന്ന് അവർ കൗൺസിലറെയും നഗരസഭയിലെ മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരങ്ങൾ അറിയിക്കുന്നു. അവർ വന്ന ഈ മൃതദേഹം സ്കൂബ ഡൈവേഴ്സിൻ്റെ സഹായത്തോടെ ഈ മൃതദേഹം വീണ്ടെടുത്ത് ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഇത് ജോയിയുടെ തന്നെ മൃതദേഹമാണെന്നുള്ള ഒരു സ്ഥിരീകരണം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളും അപ്പം പഞ്ചായത്ത് മെമ്പർ നൽകിയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ, അതായത് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമികമായി ഇത് ജോയിയുടെ മൃതദേഹം തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുമെല്ലാം വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായി ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ജോയിയുടെ മരണത്തിലേക്ക് നയിച്ച ഒരു കാരണം തന്നെയാണ്. ആ മാലിന്യം നീക്കാൻ, നഗരവാസികൾ പുറന്തള്ളിയ മാലിന്യം നീക്കാനുള്ള ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ജോയിയുടെ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും. അതൊരു ഓർമ്മപ്പെടുത്തലായി നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. കാരണം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ അത് കാലാകാലമായിട്ടും പരിഹാരമില്ലാതെ നീളുന്ന ഈ സാഹചര്യം, അത് എന്ന കോർപ്പറേഷൻ അധികൃതർ ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതിനെല്ലാമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ തേടേണ്ടതുണ്ട്. എന്തായാലും ജോയിയുടെ വീട്ടുകാർ അടക്കമുള്ളവർ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴുമുള്ള പ്രതീക്ഷ. തീർച്ചയായും ഇനി ഔദ്യോഗിക സ്ഥിരീകരണമാണ് ബാക്കിയുള്ളത്. ജോയിയുടെ സഹപ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത് പ്രജിത് മോഹനൻ.